ഇന്നത്തെ അറിയിപ്പുകൾ. ജൽജീവൻ മിഷനിലൂടെ കോഴിക്കോട് നൽകിയത് 2,84,750 കുടിവെള്ള കണക്ഷനുകൾ. പദ്ധതിയുടെ ഒന്നാം ഘട്ടം ജില്ലയിൽ പൂർത്തിയായി. ഗ്രാമീണ ഭവനങ്ങളിൽ പൈപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയിൽ 9 വർഷത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ നൽകിയത് 3 ലക്ഷത്തോളം കണക്ഷനുകളാണ്. പദ്ധതിയുടെ ഒന്നാം ഘട്ടം ജില്ലയിൽ പൂർത്തിയാകുമ്പോൾ 2,84,750 കണക്ഷനുകളാണ് ജല അതോറിറ്റി നൽകിയത്. ജലശുദ്ധീകരണശാലകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ എല്ലാ പഞ്ചായത്തുകളിലെയും മുഴുവൻ വീടുകളിലും വിതരണ ശൃംഖല സ്ഥാപിച്ച് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാനാകും. നിലവിൽ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം 5,26,159 ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകാൻ 4,508.95 കോടി രൂപയുടെ ഭരണ സാങ്കേതിക അനുമതികളാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് 15 രൂപ കുറച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചത്. 15.50 രൂപയാണ് കുറച്ചത്. 19 കിലോയുടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയാണ് കുറഞ്ഞത്. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഏപ്രിൽ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് 41 രൂപ കുറച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിലയിൽ വീണ്ടും കുറവുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സഞ്ജീവനിയിൽ തിളങ്ങി നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ. 250 ദിവസത്തിനുള്ളിൽ ജില്ലയിലെ 48 ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് നടപ്പിലാക്കിയത്. ആരോഗ്യ സേവനങ്ങൾ ആശുപത്രി വഴിയല്ലാതെ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന സഞ്ജീവനി ടെലിമെഡിസിൻ പരിപാടിയിലൂടെയാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത്. 250 ദിവസത്തിനുള്ളിൽ തന്നെ ജില്ലയിലെ 48 ആരോഗ്യ കേന്ദ്രങ്ങളിലും സഞ്ജീവനി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ വഴി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാകും. നിലവിൽ പരിശീലനം ലഭിച്ച സ്റ്റാഫ് നഴ്സ്, പാലിയേറ്റീവ് കെയർ നഴ്സ്, JPHN എന്നിവർ വഴി സേവനം നൽകി വരുന്നു. ഫീൽഡ് ലെവൽ സ്റ്റാഫിന്റെ ഭവന സന്ദർശന വേളയിൽ മെഡിക്കൽ സേവനം ആവശ്യമുള്ള രോഗികൾക്ക് സഞ്ജീവനി സേവനം ലഭ്യമാകും. കൂടാതെ പരിശോധനയ്ക്ക് വിധേയരായവർക്ക് ലഭിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നഗര ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മരുന്ന് വിതരണവും ഉറപ്പുവരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമുൽ പാൽ വില വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ക്ഷീരോത്പാദക സഹകരണ സംഘമായ അമുൽ പാലിന്റെ വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 2 രൂപയും 500 മില്ലിക്ക് 1 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മദർ ഡയറി പാലിന്റെ വില ലിറ്ററിന് 2 രൂപ വരെ വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമുലിന്റെ പുതിയ വില വർധനവ്. അമുൽ പാലിന് പുറമെ അമുൽ സ്റ്റാൻഡേർഡ് മിൽക്ക്, അമുൽ ഗോൾഡ്, അമുൽ താസ, അമുൽ സ്ലിം എൻ ക്രീം എന്നിവയുൾപ്പെടെ നിരവധി വകഭേദങ്ങൾക്ക് ബാധകമാകും. അമുൽ ഗോൾഡ് ലിറ്ററിന് 67 രൂപ, അമുൽ താസ 55 രൂപ, അമുൽ സ്ലിം എൻ ക്രീം 25 രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ വില. 2025 മെയ് 1 മുതൽ എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും പുതുക്കിയ വിലയാവും ലഭ്യമാകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A. ജയതിലക് സ്ഥാനമേറ്റു. സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A. ജയതിലക് ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഡോക്ടർ A. ജയതിലകിന് അധികാരം കൈമാറി. കൊല്ലം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ കളക്ടറായും സ്പൈസസ് ബോർഡ് ചെയർമാൻ, കൃഷി സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, KTDC മാനേജിംഗ് ഡയറക്ടർ, ഛത്തീസ്ഗഡ് ടൂറിസം ബോർഡ് MD തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ജൂൺ വരെയാണ് കാലാവധി.